ഗോതമ്പ് മാവും ശർക്കരയും തേങ്ങയും 3 ചേരുവകൾ കൊണ്ട് മാത്രം നമുക്ക് എളുപ്പം തയ്യാറാക്കാവുന്ന എണ്ണമയം ഒട്ടുമില്ലാതെ ഉണ്ണിയപ്പത്തിന് പകരമായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കിണ്ണനപ്പം. ആവിയിൽ വേവിച്ചത് കൊണ്ട് ആരോഗ്യപ്രദവുമാണ്. 4 മണി പലഹാരമായിട്ട് നമുക്കിത് തയ്യാറാക്കി വിളമ്പാവുന്നതുമാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി 1.25 ഗ്ലാസ് ശർക്കര എടുക്കുക. 2 ഗ്ലാസ് ഗോതമ്പ് മാവിന് 1.5 തൊട്ട് 1.25 വരെ എടുക്കാം. അവരവരുടെ മധുരത്തിന് അനുസരിച്ച് എടുക്കുക. 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉരുക്കിയിട്ട് അരിച്ച് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഏത് ഗ്ലാസ്സാണോ എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ ആണ് ഗോതമ്പ് മാവ് എടുക്കുന്നത്. 2 ഗ്ലാസ് ഗോതമ്പ് മാവും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടത് യോജിപ്പിച്ചെടുക്കുക. കൈ കൊണ്ട് യോജിപ്പിക്കുകയാണെങ്കിൽ കൈ കൊണ്ട് യോജിപ്പിക്കുക. എളുപ്പത്തിനാണ് ബീറ്റർ എടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പോൾ 1/2 ഗ്ലാസും കൂടെ എടുക്കുന്നുണ്ട്. ആവശ്യാനുസരണം വെള്ളം ചേർത്ത് നല്ല കട്ടയില്ലാണ്ട് കരച്ചെടുക്കുക. കട്ടിയായിട്ട് ഒഴുകുന്ന പരുവം, അതാണ് ഇതിൻ്റെ പരുവം. വേറെ ഒന്നും ഇതിൽ ചേർക്കേണ്ട കാര്യവുമില്ല. നന്നായിട്ട് കട്ടയില്ലാണ്ട് ഇതുപോലെ നന്നായിട്ട് ഒഴുകുന്ന പരുവമായിരിക്കണമെന്നേ ഉള്ളൂ. അതിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കുക. അപ്പോൾ നല്ല കേക്ക് പോലെ കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് വരും. ഇത് ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് നിർബന്ധമില്ല. അതിലേക്ക് നെയ്യിൽ 1 ടീസ്പൂൺ നെയ്യിൽ വറുത്ത തേങ്ങ, ഒന്നുകിൽ തേങ്ങ കൊത്തായിട്ട് ചേർക്കുക, ഇല്ലെങ്കിൽ ചിരുകിയ തേങ്ങ തന്നെ നമുക്ക് ഒന്ന് മൂപ്പിച്ച് ചേർക്കുന്നതാണെങ്കിൽ 3-4 ദിവസം നമുക്കിത് കേടുകൂടാണ്ടിരിക്കും. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുകളിൽ ഇത് സുഖമായിട്ട് ഇരിക്കുകയും ചെയ്യും. തേങ്ങയ്ക്ക് അളവൊന്നുമില്ല, അവരവർക്ക് സ്വാദിനുള്ള തേങ്ങ ചേർക്കുക. ഇതുപോലെ നല്ല അയവുള്ള മാവായിരിക്കണം. ഇത് നെയ്യ് തൂകിയ പാത്രത്തിൽ ഇതുപോലെ പകരുക. ചെറിയ കിണ്ണമാണെങ്കിൽ നമുക്കത് ഓരോന്നായിട്ട് തന്നെ നമുക്ക് വിളമ്പാവുന്നതാണ്. അല്ലെങ്കിൽ വലിയ പാത്രത്തിലാണെങ്കിൽ കേക്ക് പോലെ മുറിച്ച് നമുക്ക് വിളമ്പാവുന്നതാണ്. അത് അവർ ഒക്കെ എങ്ങനെയാണോ വിളമ്പേണ്ടത് അതുപോലെ അങ്ങ് ചെയ്യുക. ഇപ്പം ചെറിയ പാത്രത്തിലും കാണിക്കുന്നുണ്ട്. ഒരുമിച്ച് വലിയൊരു ടിന്നിൽ ഇതുപോലെ പകർന്ന് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് ബാക്കി വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് കൊണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. ഇത് ഇഡ്ഡലി കുട്ടകത്തിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് വെച്ച് ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അതൊരു കത്തി കൊണ്ടോ ഒരു കമ്പി കൊണ്ടോ നടുഭാഗം ഒന്ന് കുത്തി നോക്കുമ്പോൾ മാവില്ലാണ്ട് ഇരിക്കണം. അതുവരെ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കൈ കൊണ്ട് തന്നെ ഒന്ന് നമ്മളൊന്ന് സൈഡിൽ നിന്ന് വിടുവിച്ചെടുത്താൽ എളുപ്പം വരുന്നതാണ്. ഇതുപോലെ പാത്രത്തിൽ നിന്നും മാറ്റി ഒരു വയർ റാക്കിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. അല്ലെങ്കിൽ താഴെ വെള്ളമയം വരും. അതുകൊണ്ട് ഇതുപോലെയൊന്ന് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് വേണം നന്നായിട്ട് തണുപ്പിച്ചെടുക്കാനായിട്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഗോതമ്പ് കേക്ക് എന്ന് തന്നെ പറയാം നമുക്ക്. നന്നായിട്ട് തണുത്തതിന് ശേഷം വലുതായിട്ട് ഇതുപോലെ നല്ല പഞ്ഞി പോലെ ഇരിക്കും. മുറിച്ചെടുക്കുക. ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം 4 മണി പലഹാരമായിട്ട് ആരോഗ്യപ്രദവുമാണ്, എണ്ണമയമില്ല. ഇത് ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതിന് പകരം നമുക്കിത് തയ്യാറാക്കാവുന്നതുമാണ്. എണ്ണമയം വേണ്ടാന്ന് വിചാരിക്കുന്നവർക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാതെ അതേ ചേരുവകൾ ഗോതമ്പും ആരോഗ്യപ്രദവുമാണ്. ഇതുപോലെ തയ്യാറാക്കി നമുക്ക് വിളമ്പാവുന്നതാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക.